ചേട്ടത്തി മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എന്റെ അഭിപ്രായം നോക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി. നമുക്ക് വഴക്ക് വേണ്ട മോനെ. വഴക്കല്ല ചേട്ടാ, നല്ല തീരുമാനമായി നന്നായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് പറയുന്ന നിന്റെ പ്രശ്നം ആരുമായിട്ടാണെന്ന് എനിക്കറിയാം, എന്താണെന്നും എനിക്കറിയാം. അറിയാലോ, ചേട്ടത്തിക്ക് എല്ലാം അറിയാലോ. ചേട്ടാ, ഈ പന്തളം ബേബി എന്റെ ലൈഫ് നശിപ്പിച്ച ഒരാളാ. ആൻസിയെ സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് കൊണ്ടുവന്ന് അവസാനം ഒരു അറസ്റ്റ് വരെ എത്തിച്ചത് ആരാ? ആ ഫ്രോഡാ. ചേട്ടന് ഇതൊന്നും ഓർമ്മയില്ലേ? അയാളാണോ ഇത്? പന്തളം. അപ്പൊ ഇയാളെ വെച്ച് ഞാൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? ചേട്ടൻ അത് പറ. അനന്ത, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? നീ നിന്റെ വേർഷൻ അല്ലേ ഇപ്പൊ പറയുന്നേ? നീ മറുവശം കൂടി ചിന്തിക്ക്. പന്തളം ബേബി അവളെ അവളുടെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്നത് സിനിമാ നടിയാക്കാന്നും പറഞ്ഞോണ്ടൊന്നും അല്ല. അവള് നിന്റെ മുൻപിൽ വരുന്നതിന് മുൻപേ ഒരു ചരിത്രമുണ്ട്. 10-18 വയസ്സാകുന്നതിന് മുന്നേ, മേജർ ആകുന്നത് വരെ. അത് നിനക്കറിയില്ലല്ലോ. നിന്നോട് അവള് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എടാ, നീ അവളെ കല്യാണം കഴിച്ചപ്പോഴേ ഞാൻ ആ ചരിത്രമൊക്കെ അന്വേഷിച്ചതാ. 12-ാം വയസ്സിൽ പിഴച്ചതാണ് അവള്. അവള് നിന്റെ മുന്നിൽ വന്ന് പെട്ടു, അറസ്റ്റിലായി. ഞങ്ങൾ ഇടപെടുന്നത് വരെ അവളെ പലരും കൊണ്ടുപോയിട്ടുണ്ട്. അത് അവളുടെ ഇഷ്ടത്തിന്. കൂടെ അവളുടെ കൊച്ചാപ്പനും നടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്കറിയാം. ഈ പന്തളം ബേബി ഇല്ലായിരുന്നെങ്കിൽ അറിയായിരുന്നു. അന്ന് ഇതിനേക്കാളും വഷളായേനെ ഈ കേസ്. അന്ന് ഈ ബേബി എന്നെ വിളിച്ച് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാ ഇത് കേസാക്കരുതെന്ന് പറയാൻ. ഇവനാണെങ്കി അന്നേ അയാളോട് ശത്രുതയാ. അയാൾക്കില്ല, അന്നുമില്ല ഇന്നുമില്ല. അപ്പൊ തെറ്റുപറ്റിയത് ആർക്കാ? ആർക്കാ? പന്തളം ബേബിക്കാണോ? അവൾക്കല്ലേ? കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ആ മനുഷ്യൻ നമ്മുടെ മുമ്പിലെത്തി. അത് ദൈവാനുഗ്രഹമാണെന്ന് വിചാരിച്ചാ പോരെ? അതുകൊണ്ടേ എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. പന്തളം ബേബി മതി ഈ പ്രോജക്റ്റ് നടത്താൻ. നീ ഞങ്ങളുടെ കൂടെ നിൽക്കേ. നീ ഇത്രയും വഴിതെറ്റി പോയിട്ടും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിന്റെ ചേട്ടൻ കൂടെ നിൽക്കുന്നില്ലേ? ഞാൻ നിൽക്കുന്നില്ലേ? നീ അതിനെ ഒന്ന് മാനിക്ക്. ശരിയാടാ മോനെ, ഇവള് പറഞ്ഞതെല്ലാം ശരിയാ, അക്ഷരം പ്രതി ശരിയാ. നീ സമ്മതിക്കേ. ചേട്ടാ, മതി, അത് മതി. നമ്മളത് തീരുമാനിച്ചു. നിന്റെ നന്മയ്ക്ക് വേണ്ടി. വാ, വന്ന അയാൾക്ക് കൈ കൊടുക്ക്. വാ മോനെ, എല്ലാം ശരിയാക്കാം. വാ, വന്ന അയാൾക്ക് കൈ കൊടുക്ക. നീ വാ ഇങ്ങോട്ട്. വാ മോനെ. ഇല്ല, അത് 24-ാം തീയതിയാ. ഷിഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഗോവയ്ക്ക് പോവും. അവിടെ ഒരു 6 ദിവസത്തെ വർക്കാ. അത് കഴിഞ്ഞാ ബ്രേക്കാ. മിസ്റ്റർ അനന്തൻ എന്നെ കുറിച്ച് സംസാരിക്കാനായിരിക്കും മാഡത്തിനെയും സാറിനെയും കൊണ്ട് അകത്തേക്ക് പോയത് അല്ലേ? ഓ, ഒരു തെറ്റിദ്ധാരണ. അതങ്ങ് അവസാനിച്ചു. മനസ്സിലൊരു ചെറിയ കരട് കിടന്നു. കാര്യം പറഞ്ഞപ്പോ മോനത് മനസ്സിലായി. ഇനി രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി അങ്ങ് നീങ്ങിയാ മതി. കൊടുകൈ. കൊടുക്ക്. ആൾക്കെന്നോട് എന്ത് തെറ്റിദ്ധാരണ? ഞങ്ങൾ ഒന്നല്ലേ? ഇവിടെ വന്നാനെന്താ? ഞാനൊന്ന് സംസാരിക്കട്ടെ. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാലോ. നീ ഒന്ന് തന്നാലും ബേബി അത് കൊള്ളും. നമ്മൾ തമ്മിൽ ഒന്നായിട്ട് പോകേണ്ട ആൾക്കാരല്ലേ? നീ ഒന്ന് ഉഷാറാവ്.